Hello friends, welcome back to our channel Mums Daily. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു കിഡിലൻ അടുക്കള ടിപ്പായിട്ടാണ്, ഒരു കിച്ചൺ ടിപ്പായിട്ടാണ്. അതിന് വേണ്ടത് ഇതുപോലത്തെ ഒരു പ്ലാസ്റ്റിക് ബോട്ടിലാണ് കേട്ടോ. അപ്പോൾ ഇത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വീടുകളിലുള്ള കത്രിക അല്ലെങ്കിൽ കത്തികൾ അങ്ങനെയൊക്കെ നമുക്ക് എടുത്തു വയ്ക്കാൻ പറ്റിയ സേഫായിട്ട് നല്ല എന്താ പറയുക സൂക്ഷിച്ച് കുഞ്ഞുങ്ങളൊക്കെ ഒന്നും കൈപ്പെടാത്ത രീതിയിൽ എടുത്തു വയ്ക്കാൻ പറ്റുന്ന ഒരു സംഭവമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്കത് പുറകെ കാണാം. അതിനായിട്ട് ഒരു പ്ലാസ്റ്റിക് കുപ്പി എടുത്തിട്ടുണ്ട്. ഇതിനകത്തുള്ള പുറത്തുള്ള സ്റ്റിക്കറൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം കളയുക. ഇനി നമുക്കിതാ ഞാൻ ഈ കാണിച്ച പോലെ നമ്മളിതൊന്ന് മുറിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അത് എന്താ പറയുക, ഇങ്ങനെ മുറിക്കുമ്പോൾ നമ്മളത് മുഴുവനോടെ മുറിക്കരുത്. അത് ഒരു പകുതിക്ക് ഒരു 1/4 ഭാഗത്തോളം വെച്ചിട്ട് ഇതുണ്ടോ എൻ്റെ ആ തള്ളവിരലിരിക്കുന്നത് കണ്ടോ, ആ ഒരു ഭാഗത്ത് വെച്ച് നമ്മളത് നിർത്തണം. അവിടെ വരെ ആ ഒരു കട്ട് പാടുള്ളൂ. അതിപ്പോൾ ഞാൻ ഈ പറയുന്നതിനേക്കാൾ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ നമ്മുടെ ഈ ബോട്ടിലിൻ്റെ താഴത്തെ ഭാഗത്തിൻ്റെ ഒരു 1/4 ഇഞ്ചോളം നമ്മൾ വിടുകയാണ്. എന്നിട്ട് നമ്മളിത് കണ്ടോ ഇതേപോലെ ഒന്ന് നമ്മൾ മുറിച്ചെടുക്കാൻ കേട്ടോ. ഇതിപ്പോൾ ഞാൻ ഈ കുപ്പിയുടെ അടപ്പിൻ്റെ മേലെ നിന്നാണ് മുറിച്ചത്. നമുക്ക് ആ കുപ്പിയുടെ അടപ്പല്ലല്ലോ, ആ ഒരു വട്ടമുണ്ടല്ലോ, അത് സഹിതം നമുക്കതൊന്ന് മുറിച്ചെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇത് താഴെ വരെ കൊണ്ടുവന്ന് ഞാനത് ഫുള്ളായിട്ടല്ല ബോട്ടിൽ മുറിക്കുന്നത്, അത് ഞാൻ എടുത്ത് പറയാണ്. ഈ ഒരു പകുതി വരെ കേട്ടോ, പകുതിയല്ല, ഒരു 1/4 ഇഞ്ച് താഴത്തുനിന്ന് ഒരു 1/4 ഇഞ്ച് മേലോട്ട് ഞാൻ മുറിച്ചെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മളിതിൻ്റെ അടപ്പും നമ്മൾ മുറിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഒരു ഇച്ചിരി പണിയുണ്ട്. പണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് കുറച്ച് പണിയായിരുന്നു, കാരണം എൻ്റെ കയ്യിൽ ഒരു പെൻ നൈഫ് ഇല്ലായിരുന്നു. ഇപ്പം നമുക്ക് നാട്ടിലെ കൂട്ടൊക്കെ പെൻ നൈഫ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും, മുറിച്ചെടുക്കാൻ പറ്റും. എൻ്റെ കയ്യിൽ ഇപ്പോൾ ഞാൻ കറിക്ക് ഉപയോഗിക്കുന്ന കത്തിയാണ് ഉണ്ടായിരുന്നത്, അതുകൊണ്ട് ഇച്ചിരി ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനിതൊന്ന് മുറിച്ചെടുത്തിട്ട് വരാം. അപ്പോൾ ഞാൻ ഈ ഒരു സൈഡ് ഞാൻ മുറിച്ചെടുത്തിട്ടുണ്ട് കണ്ടോ. അപ്പോൾ അത് ഈ ഒരു ഷേപ്പിലാണ് ഇരിക്കുക കണ്ടോ. ആ ഒരു അടപ്പിൻ്റെ ആ ഒരു വായുവട്ടം അടക്കം ഞാൻ മുറിച്ചിട്ടുണ്ട്. ഒപ്പം നമ്മൾ മുഴുവൻ മുറിച്ചിട്ടില്ല എന്നും കൂടെ ഓർക്കണേ. ആ ഒരു മുക്കാലല്ലോ, അതിൻ്റെക്കാളും ചെറിയ ഭാഗമാണ് നമ്മൾ മുറിച്ചിട്ടുള്ളത്. ഇനി ഇതുപോലെ തന്നെ നമ്മളിതിൻ്റെ അപ്പുറത്തെ ആ ഒരു മറുപുറം കൂടെ നമ്മളിതുപോലെ ചെയ്യണം. അപ്പോൾ അതിനായിട്ട് ഞാനിതും ഒന്ന് ചെറുതായിട്ടൊരു ഹോള് പോലെ ആദ്യം, അതായിരിക്കും ഏറ്റവും എളുപ്പം. ഒരു ഹോള് പോലെ ആദ്യം നമുക്ക് ഒരു സൈഡിലൊന്ന് ചെയ്യാം. പിന്നെ വളരെ പെട്ടെന്ന് അതിങ്ങനെ നമ്മൾ തുണിയിൽ കത്രിക വെച്ച് കീറുന്നത് പോലെ തന്നെ വളരെ ഈസി ആയിട്ട് കീറിപ്പോരും. അപ്പോൾ ഞാൻ മേലെ നിന്നാണ് പെട്ടെന്ന് ഒരു ചെറിയൊരു ഹോൾ ഉണ്ടാക്കി അവിടുന്ന് ഞാൻ മുറിച്ച് താഴോട്ട് നമുക്ക് സെയിം ആയിട്ട് തന്നെ എടുക്കാം കേട്ടോ. എന്താ പറയുക, രണ്ട് സ്ഥലത്തും നമുക്ക് സെയിം അളവിൽ വരണം, അല്ലെങ്കിൽ ഒന്ന് കയറി ഒന്ന് ഇറങ്ങിപ്പോവും. അപ്പോൾ അതിന് വേണ്ടി നിങ്ങൾക്ക് സ്കെച്ച് പെൻ യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെ അളവെടുക്കണമെങ്കിൽ അങ്ങനെ എടുക്കാം. അപ്പോൾ നമുക്കിത് പല രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റും, പല കുപ്പി വെച്ച് ചെയ്യാൻ പറ്റും. നമ്മുടെ കയ്യിൽ നല്ല നീളം കൂടിയ കത്തിയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് നീളം കൂടിയ കുപ്പി ഉപയോഗിക്കാം, അല്ലെങ്കിൽ കൊച്ചു സാധനങ്ങളാണെന്നുണ്ടെങ്കിൽ ഇതുപോലത്തെ കുഞ്ഞ് ബോട്ടിൽ ഉപയോഗിക്കാം. അപ്പോൾ ഞാനിതൊന്ന് മുറിച്ചെടുക്കുകയാണ്. അപ്പോൾ ഞാൻ ഈസി ആയിട്ട് തന്നെ ഇത് മുറിച്ചിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണത് വരിക കേട്ടോ. ഇങ്ങനെ ഒരു ഷേപ്പിലാണ് ഇരിക്കുക. ഇത് നമുക്ക് ഒത്തിരി അതങ്ങനെ മലർത്തിയൊന്നും തുറക്കാൻ പറ്റത്തില്ല. നമ്മളത് പകുതി കണ്ടോ, അവിടെ കുറച്ച് ഭാഗം നമ്മൾ വിട്ടിട്ടാണ് മുറിച്ചിട്ടുള്ളത് എന്നുള്ളത് കൊണ്ട് നമുക്ക് ഇതുപോലെയാണ് കിട്ടുക. നമ്മുടെ പരിപാടി കഴിഞ്ഞു, ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇനി നമുക്ക് ഇതിനകത്ത് എങ്ങനെയാണ് നമ്മളിതിനകത്ത് സാധനങ്ങളൊക്കെ സ്റ്റോർ ചെയ്യുന്നതെന്നുള്ളത് കാണിക്കാം. അപ്പോൾ അതിന് മുന്നേ നമ്മുടെ അളവുകളൊക്കെ കറക്റ്റ് ആയിരിക്കണം. നമ്മൾ ഒന്ന് വേറെ രീതിയിൽ മുറിച്ച് മറ്റൊന്ന് വേറൊരു രീതിയിൽ മുറിക്കുക, അങ്ങനെ ചെയ്യരുത് കേട്ടോ. അപ്പോൾ ഇനി നമ്മളിത് ഇതിനകത്ത് സാധനങ്ങളെല്ലാം ഇട്ടിട്ട് ഈ ഒരു ഇതിൻ്റെ കറക്റ്റ് അടപ്പ് വെച്ചിട്ട് നമ്മൾ അടയ്ക്കുകയാണ് ചെയ്യുന്നത്. ഇനി എങ്ങനെയാണ് ഇതിനകത്ത് സാധനങ്ങൾ വെക്കുക എന്നുള്ളത് നോക്കാം. അപ്പോൾ അതിനായിട്ട് നമ്മൾ അടപ്പ് തുറക്കുക. എന്നിട്ട് ഈ ഒരു രണ്ടായിട്ട് നമുക്ക് മറിച്ച് അല്ലെങ്കിൽ ഇങ്ങനെ തുറക്കാൻ പറ്റുന്ന ഇതിനകത്തോട്ട് ഈ ഒരു കുപ്പിക്ക് കൊള്ളാവുന്ന സാധനങ്ങൾ, ഒത്തിരി സാധനങ്ങൾ ഇതിനകത്ത് കൊള്ളൂ കേട്ടോ. നമ്മൾ കാണുന്ന പോലെയൊന്നുമല്ല. നമുക്ക് ഇതിപ്പോൾ 3 എണ്ണ ഈ ഒരു സൈസിന് ഉണ്ടായിരുന്നുള്ളൂ, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ കാണിച്ചത്. കുറച്ചും കൂടെ അധികം ഉണ്ടെന്നുണ്ടെങ്കിൽ അധികം സാധനങ്ങൾ കൊണ്ടുപോകും. എന്നിട്ട് നമുക്ക് ഇതിൻ്റെ അടപ്പ് സാധാരണ ഇട്ട് അടയ്ക്കുന്നത് പോലെ അടച്ചു വയ്ക്കാം. അപ്പോൾ ഞാൻ അടപ്പൊക്കെ അടച്ച് നമ്മൾ സാധാരണ ഒരു കുപ്പി എങ്ങനെയാണ് എടുത്ത് വയ്ക്കുക അതേപോലെ നമുക്ക് എടുത്ത് വയ്ക്കാം. വളരെ സേഫാണ്. ഇതിനകത്ത് നമുക്ക് കുഞ്ഞുങ്ങളൊക്കെ ഉള്ള വീട്ടിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ ചെയ്യാം. അല്ലെങ്കിൽ നമ്മൾ സാധാരണ ഡ്രോയറിനൊക്കെ അകത്തല്ല വയ്ക്കുക, നമ്മുടെ കബേർഡിലോ ഷെൽഫിലൊക്കെ ആയിരിക്കും വയ്ക്കുക. ഇനി ഇങ്ങനെയൊന്ന് വെച്ച് നോക്കുക. പിന്നെ നമ്മുടെ ഒരു ക്രിയേറ്റിവിറ്റി അനുസരിച്ച് നമുക്ക് ഈ കുപ്പീനെ കുറച്ച് ഭംഗിയൊക്കെ ആക്കാം കേട്ടോ. ഇപ്പോൾ ചില ആൾക്കാർക്ക് പെയിൻറ്റ് അടിക്കാനൊക്കെ ഇഷ്ടമാണ്, ചില ആൾക്കാർക്ക് ചില ലേസൊക്കെ വെച്ച് ഇങ്ങനെ ഡെക്കറേറ്റ് ചെയ്യാനൊക്കെ ഇഷ്ടമായിരിക്കും. അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം.
ഞാൻ ഈ ഒരു ഐഡിയ പറഞ്ഞു തന്നേ ഉള്ളൂ. അപ്പോൾ ഇത് നമുക്ക് ഒരു ബോട്ടിലല്ല, നമ്മൾ വീട്ടിൽ കളയാനിരിക്കുന്ന പല സൈസുകളിലുള്ള ബോട്ടിൽ നമുക്ക് ഇതുപോലെ യൂസ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ചില വീടുകളിലെ കത്തികളൊക്കെ ഇച്ചിരി വലിപ്പമൊക്കെ നീളം കൂടുതലായിരിക്കും, ചിലതിന് വീതി കൂടുതലായിരിക്കും. അപ്പോൾ അങ്ങനത്തെ ഉള്ളതൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിനനുസരിച്ചുള്ള കുപ്പി എടുക്കുക. അപ്പോൾ ആ കുപ്പി എടുക്കുന്നതിന് മുന്നേ നമ്മുടെ അളവ്, ആ ഒരു കത്തി അതിനകത്ത് കൊള്ളും, ആ കത്തിയുടെ നീളവും കുപ്പിയുടെ നീളമൊക്കെ ഒന്ന് കറക്റ്റ് ആണെന്ന് നോക്കിയിട്ട് വേണം നമ്മൾ അതൊന്ന് മുറിച്ചെടുക്കാനായിട്ട്. ഇത് നല്ലൊരു പെൻ നൈഫ് ഉണ്ടെന്നുണ്ടെങ്കിൽ നല്ല ഈസി ആയിട്ട് പോരും. എനിക്കിവിടെ പെൻ നൈഫ് ഇല്ലാത്തത് കൊണ്ട് ഇച്ചിരി ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പിന്നെ അതുമല്ല ഞാൻ എടുത്തിരുന്ന കുപ്പി എന്ന് പറയുന്നത് വളരെ പെട്ടെന്ന് അങ്ങ് തൊടുമ്പോഴത്തേക്കും എന്താ പറയുക പിളുങ്ങി പോകുന്ന ഒരു കുപ്പിയായിരുന്നു. അപ്പോൾ അങ്ങനത്തെ കുപ്പി എടുക്കാതെ ഇച്ചിരി കട്ടിയുള്ള ഒരു കുപ്പി എടുക്കാൻ നോക്കുക. നമ്മുടെ നാട്ടിലൊക്കെ കിട്ടുന്ന മിനറൽ വാട്ടറൊക്കെ കിട്ടുന്ന കുപ്പി നല്ല കറക്റ്റാണ്. അപ്പോൾ അങ്ങനത്തേക്ക് എടുക്കാൻ നോക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് ഈ ഒരു സാധനങ്ങൾ മാത്രമല്ല ഇതിനകത്ത് ഇട്ട് വയ്ക്കാൻ പറ്റുന്നത്. നമുക്ക് നമ്മുടെ കുഞ്ഞുങ്ങളുടെ പെൻസിൽ അല്ലെങ്കിൽ പെൻസിലുകൾ അല്ലെങ്കിൽ കളർ പെൻസിലുകൾ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ നമുക്ക് ഇതിനകത്ത് ഇട്ട് വയ്ക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് എടുത്ത് കൊടുക്കാനാണെന്നുണ്ടെങ്കിലും അതിൻ്റെ ഒരു അടപ്പ് തുറന്ന് നമുക്ക് വളരെ എളുപ്പത്തിൽ എടുത്ത് കൊടുക്കാനും പറ്റും. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ചിലതിന് ഇപ്പോൾ ആ ഒരു വായ്വട്ടത്തിൽ കൂടെ ഇറങ്ങാൻ പല കാര്യങ്ങൾക്കും പല സാധനങ്ങൾക്കും ബുദ്ധിമുട്ടുണ്ടാവും. പക്ഷേ ഇതുപോലെ നമ്മൾ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുപ്പിയായിട്ട് അടച്ചു വെക്കാനും പറ്റും. എന്നാൽ ആ കുപ്പിയുടെ വായ്വട്ടത്തിനേക്കാളും വലുതായിട്ടുള്ള സംഭവങ്ങളൊക്കെ നമുക്ക് വളരെ ഈസി ആയിട്ട് വെക്കാൻ പറ്റും. പക്ഷേ എനിക്ക് തോന്നുന്നു അടുക്കളയിൽ ഏറ്റവും ഇതിന് ഉപകാരപ്പെടാൻ നമ്മൾ കത്രികകളൊക്കെ നമ്മൾ സേഫായിട്ട് സൂക്ഷിച്ച് വെക്കുക നല്ലതാണ്. പ്രത്യേകിച്ച് കുഞ്ഞുങ്ങളൊക്കെ ഉള്ള വീടാണെന്നുണ്ടെങ്കിൽ ഇച്ചിരി നമ്മൾ സൂക്ഷിക്കണം. നമ്മളെപ്പോഴും പൊക്കത്തൊക്കെ ആയിരിക്കും വെക്കുക. അപ്പോൾ ഇതുപോലെ നമുക്ക് കുറച്ച് എന്താ പറയുക, നമുക്ക് ധൈര്യമായിട്ട് വെക്കുകയും ചെയ്യാം. അങ്ങനെ വലിയ കുഞ്ഞുങ്ങളൊന്നും ഇല്ല, അതായത് കുഞ്ഞുങ്ങളാണ് ഉള്ളതെന്നുണ്ടെങ്കിൽ നമുക്ക് ധൈര്യമായി വെക്കാം. ഇനിയിപ്പോൾ വലിയ പിള്ളേരൊക്കെ ആണെങ്കിൽ ഇച്ചിരി കൂടെ സൂക്ഷിക്കണം, അവർക്ക് ബോട്ടിലൊക്കെ തുറക്കാൻ പറ്റുമല്ലോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇനി വീട്ടിലുള്ള പ്ലാസ്റ്റിക് കുപ്പി കളയാതിരിക്കുക, റീയൂസ് ചെയ്യുക പ്ലാസ്റ്റിക്സ് എല്ലാം. അതുപോലെ തന്നെ നമുക്കിപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ ഒക്കെ അടുത്ത് ഷെയർ ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്കിനി അടുത്തൊരു വീഡിയോ ആയിട്ട് ഉടനെ കാണാം. അൻറ്റിൽ ദെൻ ബൈ.